വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ അനുകൂലിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി. തന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാടും ഇതുതന്നെയാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മുനമ്പം സമരവേദിയിലായിരുന്നു ഫ്രാൻസിസ് ജോർജ് നിലപാട് വ്യക്തമാക്കിയത്. മുനമ്പം സമരത്തിന്റെ 100ാം ദിനത്തിൽ നടന്ന പരിപാടിക്കിടെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം. നിർഭാഗ്യവശാൽ ഇത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച അന്ന് തന്നെ ഇതൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയുണ്ടായി. ഇംഗ്ലീഷിൽ പറയും ഡ്രാക്കോണിയൻ ലോ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർദ്ദയമായ നിയമത്തിനാണ് അങ്ങനെ വിശേഷണം പറയുന്നത്. ഇതങ്ങനെയുള്ള നിർദ്ദയമായ ഒരു വകുപ്പാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങൾ ഏകപക്ഷീയമായി ഇത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാർക്കും ചോദ്യം ചെയ്യാൻ വയ്യ എന്നുള്ള ഒരു നിയമം ഇന്ത്യ പോലെ 75 വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള നിയമം പാടില്ല. അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാകാതെ മുൻപ് പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ താനും തന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പമാണെന്ന് വ്യക്തമാക്കുകയാണ് ഫ്രാൻസിസ് ജോർജ്. വഖഫ് നിയമത്തിലെ വകുപ്പുകളോട് യോജിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ ബിൽ അവതരണത്തിൽ നിന്ന് പിന്നോട്ടു പോകരുതെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. ആ അപ്പീലിൽ ന്യായമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വാദിക്കാം. ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ കഴിയും. അതാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിനോട് 100% ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നു. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ്. ആ നിലപാട് ഞങ്ങൾ പാർലമെന്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുമ്പോൾ വ്യക്തമാക്കിയിരിക്കും. അത് നമ്മൾ പിന്തുണച്ചിരിക്കുക. യാതൊരു സംശയക്കാര്യത്തില്ല. UDFന്റെയും ഇന്ത്യ മുന്നണിയുടെയും നിലപാടിന് വിരുദ്ധമായ പ്രസ്താവന ഇതിനോടകം വലിയ ചർച്ചയാവുകയാണ്. മീഡിയ 1 കൊച്ചി.